Hello, children. Welcome back to our English class. I am your Soumi teacher. Apologize when you are wrong. Apologize when you are wrong. What is the meaning of that sentence? ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ ക്ഷമ ചോദിക്കുക. ഇപ്പോൾ നമ്മളൊരാളോടൊരു തെറ്റ് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ആണെങ്കിലും ഒരു മിസ്റ്റേക്ക് മറ്റൊരാളോട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ഉണ്ടായി, മടിക്കേണ്ടതില്ല. യു ജസ്റ്റ് അപ്പോളജൈസ്. അതിന് നിങ്ങൾ ക്ഷമ ചോദിക്കുക. അപ്പോൾ അതിലൊരു നിങ്ങൾ ഒരു നാണക്കേടും അതിൽ വിചാരിക്കേണ്ടതില്ല. ഇറ്റ് മേക്സ് യുവർ റിലേഷൻ സ്മൂത്ത് ആൻഡ് ഇറ്റ് മേക്സ് യുവർ ലൈഫ് ഈസി. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു എന്ന് കരുതി നമ്മൾ നാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ആളോട്, മറ്റൊരു വ്യക്തിയോട് ഒരു തെറ്റ് സംഭവിച്ചു, ഒരു തെറ്റ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് മാനേഴ്സ്. Children, we have been doing the exercises of the lesson A Friend in Need. അല്ലേ, കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ലെസൺ 3 A Friend in Need എന്ന ലെസനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ എക്സസൈസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ടുഡേ ഓൾസോ വി ആർ ഡൂയിങ് ദ സെയിം. അപ്പോൾ ഈ ഒരു ദിവസവും നമ്മൾ എക്സസൈസാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ വി വർ സ്റ്റഡിയിങ് അബൌട്ട് complete the sentences we studied, അല്ലേ? അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് പഠിച്ചു. അതിന് ബാക്കിയുള്ള വൈൽഡ് ആനിമൽസ്, ഫാം ആനിമൽസ്, പെറ്റ് ആനിമൽസ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ എക്സസൈസ് ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഹാവ് യു നോട്ടീസ്ഡ് ദ ഹെഡിങ്? കണ്ടോ, അപ്പോളജൈസിങ് ആണ്. Did you understand why a teacher told about the quotation? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ടീച്ചർ എന്തിനാ കൊട്ടേഷൻ പറഞ്ഞതെന്ന്? അപ്പോളജൈസിങ് എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ ഒരാളോട് ക്ഷമ ചോദിക്കുക, ക്ഷമാപണം നടത്തുക. അപ്പോൾ ലിസ്ണിംഗ് ആൻഡ് പ്രാക്ടീസ്. ഫോം പെയർസ് ആൻഡ് പ്രാക്ടീസ് ദ ഡയലോഗ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസൊക്കെ ആയിട്ടോ, നിങ്ങളുടെ സിബ്ലിങ്സ്, അതായത് നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആയിട്ട് ഈ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യാം. കണ്ടിന്യൂ ദ കോൺവെർസേഷൻ വിത്ത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഡയലോഗ് പറയാവുന്നതാണ്. ഹിയർ ഈസ് വൺ എക്സാമ്പിൾ ഫോർ യു. ഇപ്പം നിങ്ങൾക്ക് അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? ഐ എം വെരി സോറി ദാറ്റ് ഐ സ്പിൽഡ് മിൽക്ക് ഓൺ ദ കാർപ്പറ്റ്. അല്ലേ, അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിൽക്ക് സ്പിൽറ്റ് ചെയ്ത്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പാല് തട്ടി താഴെ പോയി. അപ്പം അമ്മ ആണ് നമ്മുടെ വീട്ടിലല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, അമ്മയാണ് നിങ്ങളുടെ വാഷിങ് ആൻഡ് ക്ലീനിങ് ആൻഡ് ഡൂയിങ് എവറിത്തിങ്, അല്ലേ? അപ്പം അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് എന്ത് പറ്റിയേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പാല് തട്ടി താഴെപ്പോയി. അപ്പം നിങ്ങൾ അമ്മയോട് വേണമെങ്കിൽ പറയാം, ഐ എം വെരി സോറി ദാറ്റ് ഐ സ്പിൽഡ് മിൽക്ക് ഓൺ ദ കാർപ്പറ്റ്. അയ്യോ, കാർപ്പറ്റിൽ മിൽക്ക് വീണു, അല്ലേ? അപ്പോൾ അമ്മ എങ്ങനെ പറയും? അമ്മ തിരിച്ചു പറയും. അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അമ്മ വഴക്ക് പറയുമായിരിക്കും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് മദേഴ്സ് ആർ കൂൾ, അല്ലേ? അമ്മ ദേഷ്യപ്പെട്ടൊന്നും പറയത്തില്ല. അപ്പം അമ്മ എന്നെ പറയും, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, സാരമില്ല, ദാറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമൊന്നുമില്ല, അല്ലേ? അപ്പോൾ നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ചൈൽഡ്, യു ക്യാൻ പ്രാക്ടീസ് ദീസ് ഡയലോഗ്സ് വിത്ത് യുവർ brothers and sisters. You can use different situations, അല്ലെ? ഈ വാക്കുകളൊക്കെ മാറ്റിയിട്ട് പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡയലോഗ്സ് ഒക്കെ പരസ്പരം പറയാവുന്നതാണ്. ഐ എം സോറി. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്ത് വാക്ക് ഐ എം സോറി, ഞാൻ എന്നോട് ക്ഷമിക്കണം, മനസ്സിലായോ? അവിടെയാണ് ആ അപ്പോളജൈസിങ് വരുന്നത്, അപ്പോളജി വരുന്നത്. ഐ എം സോറി, ഞാൻ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ അപ്പോളജി വരുന്നത്, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു യൂസ് ദ വേർഡ് ഐ ആം സോറി. അപ്പോൾ ഐ ആം സോറി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നിട്ട് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോവാതെ ഐ ആം സോറി എന്നുള്ള വാക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ റിലേഷൻസ്, അല്ലേ? നമ്മുടെ റിലേഷനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ. നെക്സ്റ്റ് പാർട്ട് ഈസ് ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ. നമ്മൾ ഗ്രാമർ പോർഷനാണ് പഠിക്കുന്നത്. സിംഗുലർ ആൻഡ് പ്ലൂറൽ. ചിൽഡ്രൻ, the singular and plural are very important part in English grammar. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പം നിങ്ങളത് വേറെ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്നല്ലാതെ നിങ്ങൾ അതിൻ്റെ വേറെ ഫോമിൽ ഇനിമു പഠിച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? നേരത്തെ ഇനിയിപ്പോൾ വൺ ആൻഡ് മെനി എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സാക്റ്റ് വേർഡ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ദിസ് ഈസ് you have already studied like one and many. One and many and singular and plural are the same. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഈ വൺ ആൻഡ് മെനി എന്ന രൂപം തന്നെയാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. വൺ എന്ന് വെച്ചാൽ ഒരു നെയിമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു, നൗൺസ് അല്ലേ? നെയിമിംഗ് വേർഡ്, ഒരു നെയിമിംഗ് വേർഡ് അല്ലെങ്കിൽ ഒരു നൗൺ ഒരെണ്ണേ ഉള്ളെങ്കിൽ, ഒറ്റ എണ്ണം, ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വേർഡാണ് സിംഗുലർ അല്ലെങ്കിൽ വൺ. ഒരാളെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തു ഉള്ളെങ്കിൽ, പിന്നെ ഒരാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, ഒരു സാധനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ, ഫോർ എക്സാമ്പിൾ വൺ മൊബൈൽ, ഐ ഹാവ് വൺ മൊബൈൽ വിത്ത്, അല്ലേ? എൻ്റെ കയ്യിലൊരു മൊബൈൽ, ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂ ഇത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണത്തെ പറ്റി നമ്മൾ പറയുമ്പം നമുക്ക് എന്താ പറയാം? സിംഗുലർ എന്ന് പറയാം. ഒരെണ്ണം ഉള്ളതാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറൽ എന്ന് പറയുന്ന മോർ ദാൻ വൺ ആണ്. മെനി എന്ന് പറയുന്ന മെനി ആൻഡ് പ്ലൂറൽ ആർ ദ സെയിം, അല്ലേ? മെനി എന്ന് പറയുന്ന മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. അത് ചിലപ്പോൾ 2 ആവാം, 4 ആകാം, 3 ആകാം, 10 ആകാം, 10,000 ആകാം, എത്രയോ വേണമെങ്കിലും ആകാം. പ്ലൂറൽ എന്ന വാക്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മെനിയാണ്. ഒരുപാട് എണ്ണം ഉള്ളത് പ്ലൂറൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? സിംഗുലർ എന്ന് പറഞ്ഞാൽ വൺ, ഒരെണ്ണം ഉള്ളതാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ആണ്, ഒന്നിൽ കൂടുതൽ, ഒരുപാട്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ, ഒരുപാട്, മെനി എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മറന്നു പോകരുത്, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മെനി, ഒരുപാട്. അപ്പം ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ. മനസ്സിലായോ? ക്യാൻ വി സ്റ്റാർട്ട് ദ എക്സസൈസ്? മനസ്സിലാവും? ടീച്ചർ അടുത്ത എക്സസൈസിലോട്ട് പോട്ടെ. ഓക്കെ, ഹാവ് യു സീൻ ദാറ്റ് കോളം? ആ കോളത്തിൽ എ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം റീഡ് ദ ഫോളോയിങ്. ആ കോളത്തിലുള്ളത് നമുക്ക് വായിക്കാം. സിംഗുലർ മീൻസ് വൺ. ഫോർ എക്സാമ്പിൾ, വൺ ബോയ്, വൺ പെൻസിൽ. ടീച്ചർ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, അല്ലേ? സിംഗുലർ എന്ന് പറഞ്ഞാൽ വൺ ആണ്. വൺ ബോയ്, വൺ പെൻസിൽ എന്ന് വെച്ചാൽ ഒരെണ്ണേ ഉള്ളൂ. അതിനാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറൽ മീൻസ് മോർ ദാൻ വൺ. മോർ ദാൻ വൺ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ, ഒരെണ്ണം അല്ല, ഒന്നിൽ കൂടുതൽ. അതാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെനി ബോയ്സ്, 5 പെൻസിൽ. അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ വന്നേക്കണ മെനി ബോയ്സ് ആണ്. മെനി ബോയ്സ് പറഞ്ഞാൽ കുറേ ബോയ്സ് ഉണ്ട്, അവിടെ എണ്ണം തന്നിട്ടില്ല, എത്ര വേണേലും ആകാം, അല്ലേ? അപ്പോൾ ഇപ്പം 3 ആകാം, 4 ആകാം, 10 ആകാം, 15 ആകാം, വേണമെങ്കിൽ 500 ആകാം, അങ്ങനെ ഒരുപാടാകാം, അല്ലേ? മെനി ബോയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു എണ്ണം കറക്റ്റായിട്ട് തന്നിട്ടില്ല. ബട്ട് ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 5 പെൻസിൽസ് ആണ് തന്നേക്കുന്നത്. 5 പെൻസിൽസ് എന്ന് പറയുമ്പോൾ 5 പെൻസിൽസ്, അവിടെ എക്സാക്ട് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. 5 പെൻസിൽസ്, 5 പെൻസിൽസ്. അപ്പോൾ ഒന്നിൽ കൂടുതലല്ലേ? അപ്പോൾ അതാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ആണ്, ഒന്നിൽ കൂടുതലാണ്. മനസ്സിലായോ? റിമെമ്പർ ദീസ് റൂൾസ് ഫോർ പ്ലൂറൽസ്. പ്ലൂറൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? റൂൾ നമ്പർ 1, വി ആഡ് എസ് ടു സം വേർഡ്സ് ടു ഫോം ദെയർ പ്ലൂറൽസ്. ആ ടീച്ചർ പറഞ്ഞു തരാം എങ്ങനെയാന്ന്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്ലൂറൽ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ടീച്ചർ പറയാൻ പോണത്. അപ്പം നമ്മൾ നൗൺസിലാണ് നമ്മൾ പ്ലൂറൽ ആക്കാൻ പറ്റുന്നത്, നെയിമിംഗ് വേർഡ്സിലാണ് നമുക്ക് പ്ലൂറൽ ആക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ബോയ്. ടീച്ചർ പറഞ്ഞു ഒരു ബോയ് ഉള്ളെങ്കിൽ നമുക്ക് എങ്ങനെയാക്കാം? ബോയ് എന്ന വാക്കിന് ഒരു ബോയ് ഉള്ളെങ്കിൽ നമുക്ക് ബോയ് എന്ന് പറയാം. അപ്പൊ കുറേ ബോയ്, ഒരുപാട് ബോയ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം? ബോയ്സ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ പ്ലൂറൽ ആക്കാനുള്ള ആദ്യത്തെ റൂൾ എങ്ങനെയാണ്? നമുക്ക് ഒരു നെയിമിംഗ് വേർഡിനെ പ്ലൂറൽ ആക്കുന്നത് ആ നെയിമിംഗ് വേർഡിന്റെ കൂടെ എസ് ചേർത്തിട്ടാണ്. എസ്, അല്ലേ? ലെറ്റർ എസ് ചേർത്തിട്ട് നമുക്ക് ഒരു നെയിമിംഗ് വേർഡിനെ പ്ലൂറൽ ആക്കാം. അതാണ് റൂൾ നമ്പർ 1. വി ആഡ് എസ് ടു സം വേർഡ്സ് ടു ഫോം ദ പ്ലൂറൽസ്. എല്ലായ്പ്പോഴും എസ് മാത്രമല്ല, എസ് ചേർത്തിട്ട് നമുക്ക് നോർമലി ഒരു നെയിമിംഗ് വേർഡിന് ചില വാക്കുകളെ നമുക്ക് എസ് ചേർത്തിട്ട് പ്ലൂറൽ ആക്കാം. ഫോർ എക്സാമ്പിൾ, ഫ്ലവർ, ഫ്ലവേഴ്സ്. അപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് വരും. ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഉള്ളൂ, ഫ്ലവേഴ്സ്. ദെൻ പെൻസിൽ, പെൻസിൽസ്. ദെൻ പെൻസ്. അങ്ങനെ എസ് സൗണ്ട് കയറി വരുമ്പോൾ അവിടെ അത് പ്ലൂറലായി മാറും. റിമെമ്പർ, നൗൺസ് മാത്രം, നെയിമിംഗ് വേർഡ്സ് മാത്രമേ നമുക്ക് പ്ലൂറലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ദെൻ റൈറ്റ് ദ പ്ലൂറൽസ് ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ അതിൻ്റെ കുറേ എക്സസൈസസ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും.
ടീച്ചർ കുറേ എക്സസൈസ് കാണിച്ചു തരാം, ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എസ് ചേർക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ ഫസ്റ്റ് എക്സസൈസ് ഫോർ യു, റൈറ്റ് ദ പ്ലൂറൽസ് ഓഫ് ദീസ് വേർഡ്സ്. ടീച്ചർ ആദ്യം പറഞ്ഞ റൂളാണ്. റൂൾ ഏതാണ്? നെയിമിങ് വേർഡ്സിന്റെ കൂടെ എസ് ചേർത്തിട്ട് പ്ലൂറലാക്കുന്ന ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ലെറ്റർ എസ് ചേർത്ത് പ്ലൂറലാക്കുന്ന വേർഡ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ടീച്ചർ പറഞ്ഞു എല്ലായ്പ്പോഴും നമ്മൾ എസ് മാത്രം ചേർത്താൽ പോരാ. പ്ലൂറലാക്കാനായിട്ട് നെയിമിങ് വേർഡ്സിന്റെ കൂടെ നമുക്ക് എല്ലായ്പ്പോഴും എസ് മാത്രം ചേർത്താൽ പോരാ. നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് എസ് ചേർത്ത് പ്ലൂറലാക്കുന്ന വേർഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ബെൽ. ബെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൽ, മണി അല്ലേ, ഒരെണ്ണം ഉള്ളൂ. അപ്പൊ അത് നമുക്ക് എസ് ചേർത്തിട്ട് എങ്ങനെ പ്ലൂറലാക്കാം? അപ്പൊ എങ്ങനെ അതിന്റെ ആൻസർ വരും? ബെൽ, ബെൽസ്. ബെൽ എങ്ങനെയായി? ബെൽസ് ആയി മാറി. അപ്പം ബെൽസ് എന്ന് പറഞ്ഞാൽ കുറേ ബെൽസ് ഉണ്ട്, മനസ്സിലായോ? കുറേ ഉണ്ട്. നെക്സ്റ്റ് ഈസ് കൗ. കൗ എന്ന് വെച്ചാൽ പശു അല്ലേ, ഒരു പശുവേ ഉള്ളൂ. കൗ, ഒരു പശു ഉള്ളൂ. അപ്പോ നമ്മൾ എങ്ങനെയാ അത് പ്ലൂറലാക്കി? അതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ കൗസ് ആയി. കൗസ്, പശുക്കൾ ആയി, കുറെ പശുക്കളായി അല്ലേ. ദെൻ തേർഡ് വൺ ഈസ് ഗെയിം. കളി എന്നാണ് അർത്ഥം, ഗെയിം അല്ലേ. കുറെ കളികൾ നമുക്കറിയാം. ദെൻ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പോ ഗെയിം. അപ്പൊ ഗെയിമിനെ നമ്മൾ എങ്ങനെ പ്ലൂറലാക്കും? ഗെയിംസ് ആക്കും. ഗെയിംസ്, എസ് ചേർത്തു, ഗെയിംസ് ആയി. അപ്പൊ കളികൾ എന്നായി. ദെൻ നെക്സ്റ്റ് ഈസ് ടോയ്. ടോയ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടാണ് അല്ലേ, കളിപ്പാട്ടം. അപ്പൊ ഒരു ടോയേ ഉള്ളൂ. അപ്പൊ എസ് ചേർത്താൽ എങ്ങനെ വരും? ടോയ്സ് ആയി. ടോയ്സ്, മനസ്സിലായോ? ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ മേശ അല്ലേ, ഒരു മേശയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എസ് ചേർക്കുമ്പോൾ ടേബിൾസ് ആയി മാറി. ഇനി എന്താണ്? ലാസ്റ്റ് വൺ ഡോൾ ആണ്. ഡോൾ എന്ന് പറഞ്ഞാൽ പാവയാണ്. പാവയുടെ കൂടെ നമ്മൾ എസ് ചേർത്തു, എന്തായി? ഡോൾസ് ആയി മാറി. പാവ എന്ന ഡോളിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ നമ്മൾ ഡോൾസ് ആയി മാറി. ഇപ്പൊ മനസ്സിലായോ? ഹൗ ഡിഡ് വി ഡു ദ എക്സസൈസ്? നമ്മൾ എങ്ങനെയാ എക്സസൈസ് ചെയ്തത്? ബൈ ആഡിങ് എസ്. To make it plural, we want to add s with some words. Then we can get the plurals of those words. മനസ്സിലായില്ലേ? ഈസി അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു റൂളാണ്. ഇനി നെക്സ്റ്റ് റൂള്, അടുത്ത റൂള് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ഈസ് റൂൾ നമ്പർ 2. അടുത്ത റൂൾ എന്താണ് നമുക്ക് നോക്കാം. ഒരു റൂള് നമ്മൾ എസ് ചേർത്ത് നമ്മൾ നോക്കി. അടുത്ത റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 എന്താണ്? ഫോർ വേർഡ്സ് എൻഡിങ് ഇൻ എസ് എസ്, എക്സ്, എസ് എച്ച്, സി എച്ച് and o, we add es to form their plurals. കണ്ടോ എന്താണ് അതിന്റെ വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ചില വാക്കുകൾ ഈ ലെറ്റേഴ്സിൽ അവിടെ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സിലാണ് ചില വാക്കുകൾ അവസാനിക്കുക. അപ്പം എസ് എന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങൾ. ക്ലാസ് അല്ലെ, ക്ലാസ്, CLASS ആ വേർഡ് അവസാനിച്ചിരിക്കുന്നത്. പിന്നെ വേറെ എക്സാമ്പിൾ എക്സ് എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വാക്ക്. ഫോക്സ്, കുറുക്കൻ അല്ലെ, FOX, എക്സിലാണ് ആ വാക്ക് അവസാനിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ലെറ്റർ എക്സ് ആണ്. ദെൻ SH, ഡിഷ് അല്ലെ, DISH, ഡിഷ് എന്ന വാക്ക് അവസാനിച്ചിരിക്കുന്ന SH എന്ന ലെറ്റേഴ്സിലാണ്. ദെൻ CH എന്ന് പറയുമ്പോൾ എന്താണ്? മാച്ച്, CH, മാച്ച് എന്ന വാക്ക് MATCH, മാച്ച്, CHലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ O എന്താണ്? മാംഗോ എന്നുള്ള വാക്ക് അവസാനിച്ചിരിക്കുന്ന ഓയിലാണ്. അപ്പൊ ചില വാക്കുകൾ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് SS, X, SH, CH ആൻഡ് O എന്നീ ലെറ്റേഴ്സിൽ അവസാനിച്ചാൽ, അതായത് വാക്കുകൾ SS, X, SH, CH, O എന്നീ ലെറ്റേഴ്സിൽ അവസാനിച്ചാൽ we should add es to those words to make it plural. മനസ്സിലായോ? അപ്പൊ അങ്ങനെ, അതായത് ഈ ലെറ്റേഴ്സിൽ വാക്കുകൾ അവസാനിച്ചാൽ പ്ലൂറൽ ആക്കാനായിട്ട് അതിൻ്റെ കൂടെ എസ് മാത്രം ചേർത്താൽ പോരാ, ES ചേർക്കണം. വി വാണ്ട് ടു ആഡ് ES ടു മേക്ക് ദീസ് വേർഡ്സ് പ്ലൂറൽ. അതായത് ഈ വാക്കുകളെയൊക്കെ പ്ലൂറൽ ആക്കാനായിട്ട് ആ വാക്കിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ES ചേർക്കണം.
എങ്ങനെ? അപ്പോൾ ടീച്ചർ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ മാച്ച് ആണ്. ടീച്ചർ പറഞ്ഞു മാച്ച്, CHലാണ് അവസാനിച്ചിരിക്കുന്നത്. മാച്ച് ES ചേർത്തു, അപ്പം എന്തായി? മാച്ചസ് എന്നായി, മാച്ചസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോക്സ്. Xലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ES ചേർക്കുമ്പോൾ എന്തായി? ഫോക്സസ് ആയി, ഫോക്സസ്. മനസ്സിലായോ? ദെൻ വിഷ്, SHലാണ് ആ വാക്ക് അവസാനിച്ചിരിക്കുന്നത്. വിഷ്, വിഷ് മീൻസ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ES ചേർത്തു, അപ്പം എന്തായി? വിഷസ് ആയി. ദെൻ നെക്സ്റ്റ് ഈസ് ക്ലാസ്. SSലാണ് ആ വാക്ക് അവസാനിച്ചിരിക്കുന്നത്. SS. അപ്പം എന്തായി? ക്ലാസസ് ആയി, ക്ലാസസ്. നെക്സ്റ്റ് ഈസ് പൊട്ടേറ്റോ. പൊട്ടേറ്റോ ഓയിലാണ് ആ വാക്ക് അവസാനിച്ചിരിക്കുന്നത്. അപ്പം എന്തായി? അതിൻ്റെ കൂടെ ES ചേർക്കുമ്പോൾ പൊട്ടേറ്റോസ് ആയി. ദെൻ ആസ്. ആസ് എന്നാണ് കഴുതാറിയല്ലേ? ആസ്, SSലാണ് ആ വാക്ക് അവസാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ES ചേർത്തപ്പം സെസ് എന്നുള്ളതായി. ഈസിയാണ്. യു ഡോണ്ട് മേക്ക് ഇറ്റ് കൺഫ്യൂസ്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ഇത്രയും ലെറ്റേഴ്സ് അവസാനിക്കുന്ന വാക്കുകൾ മാത്രം, നിങ്ങളൊരു വാക്ക് കാണുമ്പം ആ വാക്ക് എങ്ങനെയാണ് അവസാനിച്ചിരിക്കുക, ഏത് ലെറ്ററിലാണ് അവസാനിച്ചിരിക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഒരു പാടുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് ചെയ്യാനായിട്ട്. നിങ്ങളത് വായിച്ച്, അല്ലാതെ ഓരോ വാക്ക് കാണുമ്പോഴേ അതിൻ്റെ S ആണോ ES ആണോ ചേർക്കണമെന്ന് ചാടി എഴുതി വെക്കരുത്. എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് ആ വാക്ക് ശരിക്കും നോക്കിയിട്ട്, ഇപ്പം പരീക്ഷയ്ക്കാണെങ്കിലും എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് തരുമ്പം നിങ്ങളത് നോക്കണം. അപ്പം ഓരോ ലെറ്ററും ഓരോ വേർഡ്സും കറക്റ്റായിട്ട് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് ലെറ്റർ SS ആണോ, SH ആണോ, CH ആണോ, അതോ മറ്റെന്തെങ്കിലും വേറെ ഏതെങ്കിലും വേർഡ്സ് ലെറ്റർ ആണോ അവസാനിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കണം. അപ്പം ഈ പറയുന്ന ലെറ്റേഴ്സിലാണെങ്കിൽ നിങ്ങൾ എന്നാ ചേർക്കണം? ES ചേർത്തത് പ്ലൂറലാക്കണം. മനസ്സിലായോ? അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ടീച്ചർ ഇത് എക്സസൈസൊക്കെ തരുമ്പോൾ നിങ്ങളത് എഴുതി പഠിക്കണം കേട്ടോ. സംശയം ഒക്കെ മാറ്റി വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പം നമുക്ക് ഈ എക്സസൈസ് ചെയ്താലോ? നൗ റൈറ്റ് ദ പ്ലൂറൽസ് ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ ടീച്ചർ അതിൻ്റെ താഴെ തന്നിരിക്കുന്ന പ്ലൂറൽസ്, ആ വേർഡ്സ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതിൻ്റെ പ്ലൂറലാക്കുക. എങ്ങനെ? മേക്ക് ആഡ് വിത്ത്, യു വാണ്ട് ടു ആഡ് ES വിത്ത് ദോസ് വേർഡ്സ്. അപ്പം അതിൻ്റെ കൂടെ ES ചേർത്താൽ മതി. ഈസിയാണ് അല്ലേ? അപ്പം എല്ലാ വേർഡ്സിൻ്റെ കൂടെ ES ചേർക്കണം. അപ്പം നമ്മൾ അതിൻ്റെ പ്ലൂറൽ നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബാച്ച്. ബാച്ച് ആണ്, ബാച്ച്. ബാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനാണ്. ബാച്ച് CH ആണ് അവിടെ അവസാനിച്ചിരിക്കുന്നത്, CH അല്ലേ? അപ്പം CH വന്നാൽ നമ്മൾ എന്താണ്? ES ആണ് ചേർക്കേണ്ടത്. അപ്പം ബാച്ചസ്, ബാച്ചസ്. നെക്സ്റ്റ് ഈസ് ബോക്സ് ആണ്, ബോക്സ്. നമ്പർ 2 ഈസ് ബോക്സ്. ഓഫ് കോഴ്സ് X ആണ്. X വന്നാൽ ES ആണ് ചേർക്കേണ്ടത് അല്ലേ? ബോക്സസ്. ദെൻ ടൊമാറ്റോ. ടൊമാറ്റോ, ടൊമാറ്റോ എന്താണ്? നമ്മൾ തക്കാളി, നമുക്കറിയാം അല്ലേ? അത് ഓയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം ES ചേർക്കണം. ദെൻ ടൊമാറ്റോസ്, ടൊമാറ്റോസ്. ദെൻ ഡിഷ്. ഫോർത്ത് വൺ ഈസ് ഡിഷ്. ഡിഷ് എന്താണ്? പാത്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് നമുക്ക് ഡിഷ് എന്ന് പറയാം അല്ലേ? അപ്പം ഡിഷ് SH ആണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ES ചേർക്കണം, ഡിഷസ് ആയി. ദെൻ ലാസ്റ്റ് വൺ ഈസ് പാച്ച്. പാച്ച് CHലാണ് അവസാനിച്ചിരിക്കുന്നത്. അത് നമ്മൾ പാച്ചസ് ആക്കി. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡ്രസ്. നമുക്കറിയാലോ ഡ്രസ്സ് എന്താണെന്നറിയാലോ. ഡ്രസ്സ് എന്ന വാക്ക് അവസാനിച്ചിരിക്കുന്ന SSലാണ്. അപ്പോൾ അവിടെ നമ്മൾ ES ചേർത്തു, എന്തായി? ഡ്രസ്സസ് ആയി. ഓക്കെ ചിൽഡ്രൻ, ഹാവ് യു ഗോട്ട് ഓൾ ദ ആൻസേഴ്സ്? നിങ്ങൾ എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ടാണോ എഴുതി പോകുന്നത്? സമയമെടുത്ത് പതുക്കെ എഴുതി തീർത്താൽ മതി കേട്ടോ. എഴുതി തീർക്കുക മാത്രമല്ല, നിങ്ങളത് എഴുതി പഠിക്കുകയും കൂടെ വേണം. മനസ്സിലായോ? അപ്പം നല്ല മിടുക്കം പിള്ളേരായിട്ട് എല്ലാവരും ഈ ടീച്ചർ തന്നിരിക്കുന്ന എക്സസൈസൊക്കെ എഴുതി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് മുന്നേ കണ്ടു വേണം നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട് കേട്ടോ. എക്സാംസ് ഒക്കെ ഉണ്ട്. ടീച്ചർ അതിൻ്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് പേപ്പറൊക്കെ നിങ്ങൾക്ക് ഇടും. അപ്പം അതിനൊക്കെ നിങ്ങൾ റെഡി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ക്ലാസ് ഐ എം ടെല്ലിങ് യു വാണ്ട് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. എല്ലാ ക്ലാസ്സിലും ടീച്ചർ പറയുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത്. അപ്പോൾ ചിൽഡ്രൻ, വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ടുഡേയ്സ് സെഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.